ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് കംപ്ലൈന്റ് കൊടുക്കും, പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് പരാതി പിൻവലിക്കും. ഞങ്ങൾക്ക് വേറെ പണിയില്ലേ? സാറേ, നമുക്കുള്ള പണി കഴിഞ്ഞെങ്കിൽ പറയണം കേട്ടോ. എടാ ഒന്നും മിണ്ടാതിരിടാ. അകത്ത് കിടന്നാലും അഹങ്കാരം കുറയില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ സാറിനോട് ചോദിച്ചിട്ട് വരട്ടെ. എടേ, ആ ശല്യത്തിന് പറഞ്ഞു വിട്ടേക്ക്. ഇതാ മോളെ, ഇതിലൊരു സൈൻ ചെയ്തേക്ക്. നിങ്ങളുടെ അമ്മ വന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ കംപ്ലൈന്റ് തിരിച്ചു വാങ്ങുന്നത്. നീ ഇനിയിപ്പോ കംപ്ലൈന്റ് തിരിച്ചു വാങ്ങിയില്ലെങ്കിലും എന്റെ ശല്യം സഹിക്കാതെ വരുമ്പോ ഇവര് തന്നെ എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറയും. അതുകൊണ്ട് ഇവിടെ നിന്ന് സമയം കളയാതെ വേഗം വീട്ടിൽ പോകാൻ നോക്ക്. പൊടമച്ചനെ, എന്തോന്നാടേ ഇത്? ഒന്നുമില്ലല്ലോ, ഇതൊരു പോലീസ് സ്റ്റേഷൻ അല്ലേ. മോളെ, സാറിനോടൊരു താങ്ക്സ് പറഞ്ഞിട്ട് വെക്കൂ. ഇതിപ്പോ എത്ര കറങ്ങിയാലും അവസാനം കറങ്ങിയോടത്ത് തന്നെ വന്ന് നിൽക്കും. ഇങ്ങനെ പമ്പരം പോലെ കിടന്ന് കറങ്ങും. സ്റ്റേഷനിൽ വെച്ച് കണ്ടത് വീണ്ടും സ്റ്റേഷനിൽ വെച്ച് തന്നെ കാണാൻ സാധിച്ചു. ഒരു മാസവും 2 മാസവും ഒന്നുമല്ല, 6 മാസമായിരുന്നു സസ്പെൻഷൻ. എനിക്ക് സല്യൂട്ട് അടിച്ചവന്മാരെയൊക്കെ ഞാനിപ്പോ സല്യൂട്ട് അടിച്ചോണ്ടിരിക്കുക. എന്റെ ഈ അവസ്ഥയ്ക്കിപ്പോ ആരാ കാരണം നിനക്കറിയാവൂടി? നീ മാത്രം. ചെയ്യാത്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. ഞാൻ അനുഭവിച്ച ശിക്ഷയ്ക്ക് ഒരു പ്രത്യുപകാരം ചെയ്യണ്ടേ? അന്ന് നീ രക്ഷപ്പെട്ടു. ഇപ്പോ ഇനി അത് നടക്കില്ല. എന്താ ഭയം തോന്നുന്നുണ്ടോ? നിന്റെ സമ്മതമില്ലാതെ നിന്നെ ഞാൻ തൊടില്ല. എന്നാൽ നീ സമ്മതിക്കുന്നവരെ നിന്നെ ഞാൻ വിടേയില്ല. പോ. കുട്ടപ്പോ സാർ, ആ പോണവളാണ് സീത. അവളുടെ മേലൊരു കണ്ണുണ്ടാവണം. അവര് സീതയാണെങ്കിൽ സാറ് രാമനല്ലയോ? തനിക്ക് തെറ്റിയടോ. ഞാൻ രാവണൻ. മാമാ, ഈ ബാലെ ടീം ശരിക്കും നമ്മളെ പറ്റിച്ചുട്ടോ. രാവണന് ശരിക്കും 10 തലയാന്നല്ലേ പറയാറുള്ളത്. ദേ നോക്ക്, 9 ഉള്ളൂ. ഇനി നോക്ക്, 10 കല്ലല്ലേ ഉള്ളത്. അങ്ങനെ ചുമ്മാ അങ്ങ് പറഞ്ഞിട്ട് അല്ല, കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു ക്വാർട്ടർ മേടിച്ചു. ഉള്ള ക്വാർട്ടർ മാറ്റി വെക്കുന്നതാ നല്ലത്. എന്താണ് ഒരു പിറുപിറുക്കല്? ഞാൻ ഒന്നും പറയുന്നില്ല, എണ്ണിക്കൊണ്ടിരിക്കുവല്ലേ. എന്നാ പിന്നെ വേഗം എണ്ണ്. എത്ര ടൈം എടുക്കണം? എന്താ വിഷയം മാറ്റാൻ നോക്കിയാൽ ഇവൻ വിടുന്ന ലക്ഷണമില്ല. കറക്റ്റ് 9 തലയാ ഉള്ളത്. അത് ശരി. നിസ്സാരം ഒരു ക്വാർട്ടറിന് വേണ്ടി 10 തലയുള്ള പുരാണ കഥാപാത്രത്തിന്റെ തല 9 ആക്കിയില്ലേ? ക്വാർട്ടർ രക്ഷിക്കാൻ എന്താ ഒരു വഴിയുള്ളത്? ഞാനേ ഒന്നിന് പോയിട്ട് വരാം. എനിക്ക് തോന്നി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പണിയൊപ്പിക്കും. ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകാം. പക്ഷേ IAS കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. നിന്നെ കളക്ടറായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചവൻ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. ഇവിടെ നിനക്ക് മാത്രം അറിയാവുന്നത് എനിക്കും അറിയാം. എക്സാം തുടങ്ങുന്ന നിമിഷം വരെ നിനക്ക് ഞാൻ സമയം തരാം. അതിനു മുമ്പ് നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഓക്കെ. ഇല്ലെങ്കിൽ ഞാനൊരു മൃഗമായി മാറും. മനസ്സിലായോ? സൂപ്പർ സീനകാലി. എവിടെ പോയി? ഏയ്, ആരടാ നീ?
സാർ ഹനുമാൻ വേഷമായിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. എന്താ സാർ എല്ലാവരെയും ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നത്? ആഞ്ജലേയന്റെ നാടകം കളിക്കാൻ പോവേണോ? ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. ഒരു ഡയലോഗ് പറയണ്ടേ? ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഒരു പാട്ട് പാടുന്ന ജയ ജയ വീരൻ യദുകുലവീരൻ. പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ സാറേ? മരത്തിന്റെ മുകളിൽ കയറാൻ പറയല്ലേ സാറേ? സേവ് ചെയ്യാനാണോ സാറിന്റെ മുഖം? എന്റെ മുഖം മുഖത്തിടിക്കാനാണോ പറയുന്നേ? തമാശ പറയല്ലേ സാറേ? സാറ് പറഞ്ഞിട്ട് ഞാൻ ഇടിച്ചു കഴിഞ്ഞാൽ സാറ് കേസ് ഇട്ടിട്ട് എന്നെ അകത്ത് പിടിച്ച് തള്ളും. സാർ പറഞ്ഞ ചെയ്യടാ. എന്തടാ നീ ഇവിടെ കിടന്ന് പൊട്ടം കളിക്കാനുള്ളടാ കൊരങ്ങ. ഇടിക്കാൻ പറഞ്ഞ ഇടിക്കണം. സാറേ നാടകത്തിലേക്ക് എങ്ങനെയാണ് ഇടിയുന്നത്? സൈഡിലേന്ന് ശബ്ദം കൊടുക്കും. സാർ ഇത് പോലീസ് സ്റ്റേഷനാ. അതെ. ഒറിജിനൽ സൗണ്ട് വേണം. ഇടിക്കണം. സാറേ നീടി രാവണ ആട് വിറപ്പിക്കും രാവണ നീ അടിക്കും. എന്തിനാടാ നീ കിടന്ന് അലറ്? ഇങ്ങനെയൊക്കെ ഇമോഷണൽ ഡയലോഗ് പറഞ്ഞാൽ എനിക്ക് ഇടിക്കാൻ പറ്റും സാറേ. ശരി ശരി ഇടിക്ക്. എടാ രാവണ നീ നമ്മുടെ സീതാദേവി ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയി അല്ലേ? സാറല്ലേ സാറിനെ അടിക്കാൻ പറഞ്ഞത്, പിന്നെന്തിനാ സാറ് എന്നെ അടിച്ചത്? ഇത് ഇടിച്ചതിനുള്ള കൊരങ്ങ എന്നെ വഴക്ക് പറഞ്ഞേനാ. പോ. ഇവന്മാരാരുമല്ല. ഇവരൊന്നും ഇടിച്ചില്ല. ഇടിച്ചില്ലേ സാറേ? ഇപ്പോഴല്ലേ സാർ എല്ലാരും ക്യൂ നിന്ന് ഇടിച്ചത്? ഇടിച്ചടാ. പക്ഷെ നിങ്ങൾ 10 പേരും അല്ല. സാർ ഇയാളെന്താ പിച്ചുമ്പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അവനെ കിട്ടണം. തീർക്കൂടാ നിന്നെ ഞാൻ. ഇയാളെ കൊണ്ടൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല. അറിയാവുന്ന കാര്യല്ലേ? ഹനുമാന്റെ വേഷത്തിൽ വന്ന് അടിച്ചത് കാലിയാണ്. ആ പെണ്ണിനെ ഇവൻ ടാർച്ചർ ചെയ്തോണ്ടിരുന്നില്ലേ? അതുകൊണ്ട് ഞാനാണ് കാലിയോട് പറഞ്ഞത്. ഇല്ല സാർ, വന്നിട്ടില്ല സാർ. ശരി സാർ, പറയാം. ഹലോ ബ്രദർ, ഇവിടെ ഒരു പുതിയ ആംപ്ലിഫയറിന്റെ കട തുടങ്ങിയിട്ടില്ല, അതെവിടെയാ? ബൈ. പാടി. ആ ലിഫ്റ്റിൽ പോയി 2ാമത്തെ നിലയിൽ 3ാമത്തെ ഷോപ്പ്. തുറന്നുണ്ടല്ലോ അല്ലേ? ആ തുറന്നിട്ടുണ്ട്. അവിടെ പോ. എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ? നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറയുന്നു? പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? ലോക്കപ്പിൽ കിടന്നാലും നീ നന്നാവില്ലേ? ഞാൻ ഇവിടെ ഒരു കടയിൽ എന്നെ സഹായിക്കാൻ വന്നതാണെന്നായിരിക്കും പറയാൻ പോന്നെ, അങ്ങനെയല്ലേ? ഇത് നോക്കിയാ നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. എന്നെ നോക്കാൻ എനിക്ക് നന്നായി അറിയാം. ആത്മാർത്ഥമായിട്ടാണ് നീ എന്നെ സഹായിക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ എന്നെ ഇതുപോലെ ശല്യപ്പെടുത്താതിരുന്നാ മതി. അതായിരിക്കും നീ എനിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം. എന്താണ് ഈ ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എല്ലാരും വഴക്ക് കേൾക്കാൻ വേണ്ടി പെരിട്ടിരിക്കുന്നതാണല്ലോ എന്നെ. അപ്പൊ പിന്നെ ഇതൊക്കെ കേൾക്കാതെ പോകാൻ പറ്റൂ? ഞാനൊരു പ്രധാന കാര്യത്തിന് വേണ്ടി പോകും. 1/2 മണിക്കൂർ നേരത്തേക്ക് ആരും എന്നെ ഫോൺ ചെയ്യാൻ പാടില്ല. ഏയ് പോടാ.
ഓരോരുത്തന്മാർ ഓരോരോ ഏരിയയിലുള്ളവന്മാരാ. യുവമാരെ എല്ലാം ഞാനാ കൂട്ടിയിട്ട് വന്നത്. ഹേ? വേണ്ട. അണ്ണ ആനയ്ക്ക് അണ്ണയുടെ വലിപ്പം അറിയില്ല, അതുപോലെ അണ്ണന്റെ കാര്യം. എന്ത് ബിൽട്ടപ്പാടേ. ആ അതെ അണ്ണ. അണ്ണൻ അങ്ങോട്ട് നോക്കിയേ, നമ്മുടെ മുന്നിലിരുന്ന് ഒരുത്തൻ ഷോ കാണിക്കുന്നുണ്ട. അണ്ണൻ പോയി അവന്റെ മുമ്പിൽ ഇരിക്കും. അണ്ണ ആരാ? കാലിയണ്ണന്റെ റൈറ്റ് ഹാൻഡ്. മസിൽ ഒന്ന് പെരിപ്പിച്ച് അങ്ങോട്ട് ചെല്ല്. അങ്ങനെയാണോ? ഇനി എന്ത് ചെയ്യണം? ഞാൻ കാണിച്ചു തരാം. ഇത് വായിക്കും. എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. ചളവാക്കല്ലേ. അങ്ങനെയല്ല, തിരിച്ചു വിളിക്കും. എനിക്ക് കടുപ്പം കുറച്ചൊരു ചായ. എനിക്കും ഒരു ചായ. ഹോർലിക്സ് അണ്ണൻ ഇത്തിരി കൂടുതൽ ഇട്ടു. എനിക്കാണോ? പിന്നെ അണ്ണനല്ലാതെ പിന്നെ എനിക്കാ. സ്ട്രോങ് ആവട്ടെ, ഇതുപോലെ ആവട്ടെ. ഞാൻ എന്റെ പാട്ടിന് പോവായിരുന്നു. ഇവിടെ കൊണ്ടുവന്നിരുത്തി എന്റെ എല്ലാം അടിച്ച് കലക്കുന്ന പോലെ. അയ്യോ, ലെഫ്റ്റും പോയി റൈറ്റും പോയി. മറ്റൊരു ഹോർലിക്സ്. സുഭാഷ്, കഷ്ടപ്പെട്ട് പഠിച്ച് കളക്ടർ ആവാൻ തീരുമാനിച്ചുറപ്പിച്ചേക്കല്ലേ? ഗുഡ്. ഞാനിപ്പോ മറ്റുള്ള വീട്ടിലൊക്കെ പോകുന്നു വെച്ചോ, അവര് തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്തോളും. പാവം, നിനക്കിതെല്ലാം പുതിയ കാര്യമല്ലേ, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കൊണ്ടു വന്നേ. വെള്ളം കൊണ്ടുപോവാ. നിന്റെ കൈ കൊണ്ട് ഒഴിച്ചു തന്നാ നല്ല അടിപൊളിയായിരിക്കും. പോ പോ. പറഞ്ഞ് ഇത്രയും ഏയ്, ആരാ നീ? കാലി. ഓ, ഈ നാട്ടിലെ ഗുണ്ടായസം കാണിക്കുന്ന നീയാണല്ലേ? ഞാൻ അത്ര വലിയൊരു ഗുണ്ടയൊന്നല്ല സാറേ. സാർ പോവാൻ നോക്ക്. അപ്പോ ഞാനാണോ ഗുണ്ട? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ സാറേ. സാർ പോവാൻ നോക്ക്. നിക്ക്. പറ. ഗുണ്ടാന്ന് തന്നെയല്ലേ നീ പറഞ്ഞ? ആ, അത് പറഞ്ഞത് ശരി തന്നെ സാറേ. സാറ് പോവാൻ നോക്ക്. എന്താടാ പറഞ്ഞ? ഇപ്പൊ മനസ്സിലായി കാണുമല്ലേ പോലീസിന്റെ പവർ എന്താന്ന്? അതൊക്കെ എനിക്ക് അറിയാം സാറേ. സാർ ഇപ്പൊ പോവാൻ നോക്ക്. നീ എന്ത് കണ്ടല്ലോ കാലിയുടെ രൂപം. ഇതിനു മുമ്പ് തെളിഞ്ഞു കാണാത്തത് കറക്റ്റായിട്ട് സാർ ഇപ്പൊ കണ്ടല്ലോ അല്ലേ? ഇനി ഒരു പ്രാവശ്യം കൂടി വീടിനകത്ത് നീ കാലുകുത്തിയ കൊന്ന് കൊല വിളിച്ചിരിക്കുന്നേ.